ഹലോ, ഹായ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാവർക്കും ഇതിൻ്റെ ഒരു പ്രൊമോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഡയറക്ടറാണ് അരുൺ ചന്ദ്രൻ. ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണദേവന് മൈക്ക് കൊടുക്കും. ഹലോ എവരി വൺ, താങ്ക് യു. ഇത് ഫിലിമിന് വളരെ നല്ല റെസ്പോൺസ് കിട്ടുകയാണ്. നമ്മൾ ഭയങ്കര ഓവർവെൽംഡാണ് ആ റെസ്പോൺസിൽ. അപ്പോൾ ഞാൻ കൃഷാന്ത്, എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. എല്ലാവർക്കും സ്വാഗതം. ഗഗനചാരി വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായി ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പഴയകാല തമാശകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷനാണ് ഈ പടം. കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മളൊരു 2050 അതിനപ്പുറത്തേക്കോ കേരളം എങ്ങനെയാകും, നമ്മൾ പാരിസ്ഥിതിയോട് കാണിക്കുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ലോകത്തായിരിക്കും ഒരു പക്ഷേ ജീവിക്കുന്നതെന്ന് അത് തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്താണ് ഈ കഥ ആദ്യം പറയുന്നത്. ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ചന്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു കഥ പറയാനുണ്ട്, ഒന്ന് കേൾക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായി പറഞ്ഞു. വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും പ്രൊഡ്യൂസർമാരെ കിട്ടും എന്ന് പറഞ്ഞു. തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജിത്ത് വിനായക ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ കഥ ഞാൻ അജിത്ത് വിനായക വേറെ പടം എടുക്കാൻ വേണ്ടി വന്നത്, അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. എൻ്റെ അച്ഛനുമായിട്ട് അജിത്തിന് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അഭിനയിക്കാൻ. ഞാൻ പറഞ്ഞു, ഒരു കഥ എടുത്തു, നിങ്ങൾ കോസ്റ്റ് കുറച്ചെടുത്ത് നല്ലൊരു ഡയറക്ടറാണ്. ഞാൻ സാജൻ ബേക്കറിൽ ചന്ദൂരിൽ അഭിനയിച്ചു. വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. വളരെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ മനസ്സിലിരിപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യലും മനസ്സിലാക്കി നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നൊരു നല്ല സംവിധായകനായിട്ടാണ് ചെറുപ്പക്കാരനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വീക്ക്നെസ്, നമുക്ക് എല്ലാ മനുഷ്യനും ഒരു നല്ല വശമുണ്ട്, നമ്മുടെ വീക്കായ വശം, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്യാൻ ചന്ദൂരും നന്നായി കഴിയും. അത് സാജൻ ബേക്കറിയിലെ അമ്മാച്ചനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അജുവിൻ്റെയും ജയയുടെയും അമ്മാച്ചനായിട്ട് അത് ആ ഒരു ക്യാരക്ടർ എനിക്ക് വളരെ കംഫർട്ടബിളാണ്. നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ചന്ദൂനും ഒരു ടെൻഷനില്ല, ഇങ്ങനെ കൂടാതെ നിൽക്കുന്ന ശരിക്കും വേണ്ട ടെൻഷനിലാണോ ഇരിക്കുന്നതെന്ന് അറിയും. അങ്ങനെ അജിത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഒരു കഥയുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കുന്നത്. അവൻ പറഞ്ഞു, അയ്യോ എന്ന് പറഞ്ഞ അയച്ചാട്ടെ, നാളെ തന്നെ കേൾക്കാമെന്ന്. അങ്ങനെ ഞാൻ ചന്ദൂരെ വിളിച്ചു. ചന്ദുവും വന്ന് ശിവസായിയും കൂടി, ഇവർ രണ്ടും കൂടി കഥ പറയാനായിട്ട് അജിത്തിനടുത്ത് പോയി. തിരിച്ചു വരുമ്പോൾ ഇവർ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കാണണം അത്യാവശ്യം. ചന്തു വെളി വന്നിട്ട് വിളിച്ചു, വേറൊരു ഓഫീസിൽ ഇരിക്കരുത്. അകത്ത് വന്നിട്ട് പറഞ്ഞു, സാർ അഡ്വാൻസ് തരും. അങ്ങനെ അജിത്ത് കഥ കേട്ട ഉടൻ ഇവർക്ക് രണ്ടുപേർക്ക് അഡ്വാൻസ് കൊടുത്തു. അജിത്ത് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങാൻ നമ്മൾ വന്നു. അപ്പോൾ കോവിഡ് വന്നു. പക്ഷേ കോവിഡിൻ്റെ അവസാനം നേരെ ഷൂട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. നേരിൽ അഭിനയിച്ചതിന് ശേഷം നേരല്ല, പിന്നെ നമ്മുടെ ജിത്തുവിൻ്റെ തന്നെ അല്ലല്ല ദൃശ്യം 2 അത് കഴിഞ്ഞപ്പോൾ ഈ പടം വന്നു. ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് കോവിഡ് അടിച്ച്. ഇവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. വേറെ ആരോട് കൊടുത്തത്, ഞാനല്ല. ഞാൻ അവിടെ നിന്ന് പൊയ്ക്കളാം. പിന്നീട് അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഗ്യാപ്പിന് ശേഷം വീണ്ടും ഷൂട്ട് ചെയ്തു. പക്ഷെ ഒരു കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വളരെ രസകരമായി. കാരണം നമുക്ക് ഈ കാരവനിൽ പോയി ഇരിക്കാൻ തോന്നില്ല. ഗൂഗിളിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കളിപ്പിച്ചു. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗഗനചാരി. എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാപ്പൻ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനായിരുന്നു ഞാൻ ഗണേഷ് സാറിൻ്റെ കൂടെ ഗഗനചാരി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എടുത്തത്. ഗണേഷ് മാമനാ, പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ ഗണേഷ് സാർ സെറ്റിലുള്ള കളിതമാശകളും കോവിഡിൻ്റെ ഒരു വളരെ എല്ലാവരും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ളൊരു വേദിയായിരുന്നു ഗഗനചാരിയുടെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ റീപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം. നല്ല അഭിപ്രായങ്ങൾ വരുന്നു തിയേറ്റേഴ്സിൽ നിന്ന്. സ്ക്രീൻസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് അജിത് സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണലിയും റിലീസ് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ചിലപ്പോൾ ചെറുതാണെന്ന് കരുതി തള്ളി നീക്കപ്പെടുന്ന ചിലതാണ് നല്ല പേരെടുത്ത് വലുതായി വരുമ്പോൾ ഉള്ളൊരു സന്തോഷം. അതിൻ്റെ ഭാഗമായിട്ട് ആവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. എനിക്ക് അനാർക്കലി കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. ഞാൻ
ഏലിയനായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് നോർമലായിട്ട് കാണാം. ഗഗനാചാരി പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സിനിമയ്ക്കകത്ത് കാണുന്ന കളിയും തമാശയൊക്കെ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു ഗഗനാചാരി. ചന്തുവായിട്ടാണെങ്കിലും സുജിത്തും സായൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ഭയങ്കര ഒരു റാപ്പോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗണേശ് സാറായിട്ടും ആണെങ്കിലും എനിക്ക് പറഞ്ഞിട്ട് ഭയങ്കര എനിക്ക് കുറേ കഥയൊക്കെ പറയും എപ്പോഴെപ്പോഴും. അപ്പോൾ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ രസിപ്പിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എന്താ പറയുക, ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത്രയൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്താ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെ ആദ്യം ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോഴാണ് അയ്യോ ഇത് ഭയങ്കര രസമുള്ളൊരു പടമാണല്ലോ എന്ന് മനസ്സിലായത്. എനിക്ക് ഹാറ്റ്സ് ഓഫ് ടു അരുൺ ചന്തു. കാര്യം പുള്ളിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പുമാണ് ഗഗനാചാരി എന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. റെസ്പോൺസ് കണ്ടതിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ പോലത്തെ ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇങ്ങനത്തെ സിനിമ കാണാന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ പുറത്തുള്ള മൂവീസൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇന്നലെ എന്തോ പോകുന്ന സമയത്ത് ഡെഡ് പൂളിൻ്റെ ഫാൻ ഷോയുടെ ഫ്ലെക്സ് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഡെഡ് പൂളിൽ ഇവിടെ ഫാൻ ഷോയ്ക്ക് ഫ്ലെക്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നാണ് അർത്ഥം. സോ അങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടെ നിന്ന് പടം കാണുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസാണ്. സോ ആ എക്സ്പീരിയൻസ് കണ്ട ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തെ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്ലോബൽ ഓഡിയൻസുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഇവിടെ വർക്കാവുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. ഞങ്ങളുടെ ടീമിൻ്റെ മൊത്തത്തിലൊരു ടെക്നിക്കൽ ടീമിൻ്റെയും ക്രിയേറ്റീവ് ടീമിൻ്റെ ഒരു എഫേർട്ടാണ്. അതുകൊണ്ട് എല്ലാവരുടെയും വിജയമായിട്ടാണ്, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ്റെ ഒരു സക്സസ് ആയിട്ടാണ് ഞാനത് കാണുന്നത്. അതേപോലെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് ഭയങ്കര വലിയൊരു ഗൈഡൻസ് തന്നതാണ് കൃഷ്ണനേട്ടനും ഔപചാരികത പേരിലല്ല, എന്നാലും ഇവിടെ വെച്ചിട്ടൊരു നന്ദി പറയുന്നത്. എന്തായാലും എനിക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഗണേശ് സാറിനോട് ഈ കഥ പറഞ്ഞ നെക്സ്റ്റ് ദിവസം മറ്റേ നേരെ പടം ഓണാകുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഒരു പോയിൻ്റാണ് ഈ സിനിമയുടെ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നെനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ അങ്ങനെ ഒരു വെറ്ററൻ ആക്ടറെ നമുക്ക് ഒരു കഥ പറയുമ്പോൾ പുള്ളി ഇൻസ്റ്റൻ്റ്ലി പിക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ മെയിൻ ആൾക്ക് മനസ്സിലായി ഇനി മുമ്പോട്ട് നീങ്ങാമെന്നുണ്ട്. അപ്പം ബാക്കിയുള്ളതൊക്കെ എനിക്ക് എൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ. അനാർക്കലി ആണെങ്കിലും ഗൂഗിളാണെങ്കിലും ഈവൻ റൈറ്റർ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഏറ്റവും അറ്റത്തിരിപ്പുണ്ടായിരുന്നു. വിനീഷ് VFX ചെയ്തിട്ടുള്ള നമ്മുടെ മറാക്കി VFX അവർ കൊടുത്തേക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ത്യൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡാണ് ഇട്ടിരിക്കുന്നത്. സോ എല്ലാവരോടും നന്ദി. താങ്ക് യു. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഒരു പെട്രോൾ ഹെഡ് വാഹനത്തിൽ ഗണേഷ് കുമാർ കയറി പോവുകയാണ്. അതിന് വല്ലാത്ത ഒരു റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ. കാരണം ഗതാഗത വകുപ്പ് കൈയാളുന്ന ഒരാൾ ഇലക്ട്രോണിക് വാഹനങ്ങളുള്ള ഒരു സമയത്ത് പെട്രോൾ ഹെഡ് വണ്ടി എടുത്ത് ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതിന് വല്ലാത്തൊരു പ്രസക്തിയുണ്ട്. അതൊരു സിനിമാറ്റിക്കലിയും അതൊരു മൊമെൻ്റാണ്. അപ്പോൾ ആ സീനിലൊരു മേക്കിംഗ് അല്ലെങ്കിൽ അതിന് ഇപ്പോഴത്തെ പ്രസക്തി അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഇവര് ഇന്ന് അടുത്തൊരു തലമുറയ്ക്ക് അറിയാത്തൊരു സാധനമാണ് ഈ വിക്ടർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ പെട്രോൾ വണ്ടി എന്ന് പറയുന്നത് അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്, ആരും കാണാതെ മൂടിയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരൊരു കാര്യം വിളിച്ചവരെ കൊണ്ട് പോവുകയാണ്. പോയിട്ട് ഇവരെ ഏലിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ആ ഷീറ്റിങ്ങനെ മാറ്റുമ്പോഴാണ് ഈ പെട്രോൾ കാർ. ഇവരാരും പെട്രോൾ വണ്ടി കണ്ടിട്ടില്ല. ആ ഒരു ജനറേഷനെ പഴയ ഒരു സാധനം നമ്മളെ നൊസ്റ്റാൾജിക്കായിട്ട് സൂക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട്. നമ്മളെ പഴയ ടേപ്പ് റെക്കോർഡർ, പഴയ റെക്കോർഡ് പ്ലെയറൊക്കെ സൂക്ഷിക്കും ആൾക്കാർ, റെക്കോർഡ് ഒക്കെ അതുപോലെ ആ ഡിസ്കൊക്കെ സൂക്ഷിക്കുന്ന പോലെ അതിൻ്റെ ഈ ഗ്രാമഫോൺ സൂക്ഷിച്ച് വയ്ക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായിട്ട് വളരെ വാല്യൂബിളായിട്ട് ആരും കാണാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. പെട്രോൾ വണ്ടി വെളിയിൽ കണ്ടാൽ കുഴപ്പം. പിന്നെ ഈ ബാറ്ററി വണ്ടി പോയാലും എവിടെ പോയാലും അറിയുമെന്ന് വിക്ടർ പറയേണ്ട ഒരു സ്ഥലത്ത്. അതാണ് അതിൻ്റെ ഒരു രസമായിട്ട് തോന്നിയത്. അതിനകത്ത് വേറെ കാര്യങ്ങൾ അതൊരു പിന്നീട് വന്ന സീനാണ് കേട്ടോ, കഥ പറയുമ്പോൾ. എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ജനറേഷനിൽ ഒരു റെപ്രസെൻറ്റേഷൻ ഉള്ള രീതിയിലാണ് സാറിനെ അതിനകത്ത് നമ്മളൊരു കുറച്ച് പ്രായമുള്ള ആളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒരു മെറ്റാനസ് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പെട്രോൾ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാറ്ററി യുഗത്തിൽ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരാളായിട്ട് കാണിക്കാൻ മറ്റൊരു പെട്രോൾ ഹെഡ് ഇല്ല നമ്മളുടെ ഈ
പോപ്പുലർ കൾച്ചറിൽ. പുള്ളി ഗണേശ് സാറാണ്. സാറിനുള്ള വണ്ടിയുടെ കമ്പം ഗ്യാഡ്ജറ്റിനുള്ള കമ്പം നോക്കൽ അറിയാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഇരയാണ്. എന്നെ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വിടും, പഴയ മറ്റേ 50കളിലെ ടേപ്പ് റെക്കോർഡൊക്കെ വാങ്ങാനായിട്ടൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് മേടിച്ചെന്ന് കഴിഞ്ഞാൽ മറ്റേ സയൻറ്റിസ്റ്റിൻ്റെ റൂമിലിരിക്കും, കുറേ ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ തന്നെ കൊട്ടാരക്കരയുള്ള സ്റ്റോറി ടോണി സ്റ്റാർക്ക് വിളിക്കാറ്. സാറിനെ ആ ഒരു വിസ്കിഡായിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന വളരെ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പം നമ്മൾ ഈ കരുതുന്ന ഈ പൊളിറ്റിക്കൽ മെയിൻ ഫ്രെയിമിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വളരെ ടെക്നോളജിയിലൊക്കെ വളരെ എനിക്കറിയില്ല. എൻ്റെ ഇപ്പം മെറ്റാനസ് ഇപ്പം ഗണേശ് സാറിനെ വിളിക്കുന്നുണ്ട്. ഞാൻ കൃഷ്ണദേവനോട് പോയപ്പം സാറ് ആവാസ യുഗത്തിനെ പറ്റിയിട്ട് കൃഷ്ണദേവനോട് ഇങ്ങനെ ഭയങ്കര വാചകനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കൃഷ്ണദേവൻ മറ്റേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു സാധനമാണെന്ന് ഞാൻ കൃഷ്ണദേവനോട് പറയുമായിരുന്നു. ബിക്കോസ് കുറച്ചടുക്കുമ്പോഴേ ആ ഒരു സൈഡിലത്തെ സാറിൻ്റെ നേർഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റ് പരിപാടി മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പൊ ഗണേശ സാറിന് പ്രസന്റ് ചെയ്തിട്ടുള്ള ഇത് തന്നെയായിരുന്നു ഒരു 90s കിഡ് ഒരു വസന്തമായ എങ്ങനെ ഉണ്ടാവും, 40കളിൽ 50കളിൽ എങ്ങനെയായിരിക്കും അയാൾ ജീവിക്കുക, ആ രീതിയിലാണല്ലോ അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലാണെങ്കിൽ അങ്ങനെ കുറെ റെഫറൻസുകളുണ്ട്. നമ്മുടെ സിനിമയിൽ തന്നെ പറയുന്ന നമ്മൾ വലിയ എക്സ്പെക്ടേഷനോട് പോയി വന്നാൽ വലിയ രീതിയിൽ കൂപ്പുകുത്തുകയും ചെയ്ത സിനിമകളുടെ റെഫറൻസുകളുണ്ട്. നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്തത് അദ്ദേഹത്തിന് ഇതൊക്കെ മനസ്സിലായിരുന്നോ, ആ ഒരു കാര്യം ഒന്ന് പറയാം. നമ്മളിത് ആദ്യം പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിരുന്ന ഫസ്റ്റ് അക്രഡിഷൻ നമുക്ക് ISI മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞ പോലെ ഗണേശ് സാറിന് മനസ്സിലാകുന്ന ആദ്യത്തെ ISI മാർക്ക് നടത്തുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ഇറ്റ്സ് എ ഗോ, നമുക്ക് ചെയ്യാന്നുള്ളൊരു സാധനം കിട്ടി. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടാവുമല്ലോ. ഇത്ര ആൾ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഇത്ര വയസ്സായിട്ടുള്ള ഒരാളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമ്മൾ സോക്കോൾഡ് വസന്ത റെഡിറ്റിലൊക്കെ ആവശ്യമില്ലാത്ത ആൾക്കാരുടെയൊക്കെ കമന്റ് ഞാൻ കണ്ടു. ആരോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസന്തങ്ങൾക്ക് മനസ്സിലാവില്ല അതിന് പോലെന്നൊക്കെ. നമ്മളെ വസന്തമായിട്ട് നമ്മൾ സെൽഫ് റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഫിൽട്രേഷൻ തോന്നുന്നു. നമുക്ക് നല്ല കണ്ടന്റ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വസന്തമൊന്നും അങ്ങനെയൊന്നും ടേം ചെയ്യേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് തോന്നുന്നു. അപ്പം ഒരു വസന്തം അല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യുക എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് അതിൻ്റെ ഒരു ആൻസർ എന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിൽ ഒരു പ്രത്യേകത, സാധാരണ സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഇന്ന് തള്ളുന്നേക്കാം, ഇത് ഭയങ്കരമായിരിക്കും, ഗംഭീരമായി, പക്ഷേ ഇത് കൊള്ളാം എന്ന് ധാരാളം റിവ്യൂ വരികയും കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അതിനെ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഒരു പക്ഷേ. സത്യമല്ല, അങ്ങനെ ഒരു പ്രസ് മീറ്റ് നടക്കുന്ന വെറുതെ ഇരുന്ന് തള്ളുന്നത്. ഞാൻ ചില സിനിമയൊക്കെ തോന്നി തള്ളു കേട്ടിട്ട് കാണാൻ പോയിട്ടുണ്ട്, വളരെ ദുഃഖിതനായിട്ടുണ്ട് അവസാനം. ഞാൻ ചില സിനിമ കാണാൻ തോന്നി ഈ തള്ളു കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഞാനും ഒരു നടനായിരുന്നല്ലോ, എന്നെയും ഇതിനകത്തൊന്ന് വിളിച്ചിരുന്നത് എന്ത് നന്നായിരുന്നു. പക്ഷേ പിന്നെ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നി വിളിക്കാത്ത നന്നായി എനിക്ക് തോന്നാറുണ്ട്. തുറന്നു പറയാം, അതൊരു ഒരു നമ്മളെന്താ പറയുക, ഒരു ഡിഫറൻറ്റ് സിനിമ. നമ്മൾ അന്ന് വരെ അറിയാത്ത ഈ സിനിമയിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ അന്ന് വരെ ലോകം അന്ന് വരെ അറിയാത്തൊരു സാധനമുണ്ട്, ലോക്ക്ഡൗൺ ചെയ്തകത്തിരിക്കുക. അതിനെ ബേസ് ചെയ്തൊരു മലയാള സിനിമയും അല്ലേ, ലോക്ക്ഡൗൺ ചെയ്തകത്തിരിക്കുക എന്നുള്ളത് ആ ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു മുഖമാണ്. കൊറോണ വന്ന് ലോക്ക്ഡൗൺ ചെയ്തതുപോലെ മറ്റൊരു കാര്യത്താൽ ലോക്ക്ഡൗൺ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരവസ്ഥ തന്നെയാണ്. നമ്മളെ കഴിഞ്ഞ 2 വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന 1.5 വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലേ, ലോക്ക്ഡൗൺ കഴിഞ്ഞാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. കഥ കുറച്ച് മുമ്പേ പറയുന്നത്, ഈ കഥ പറഞ്ഞതിന് ശേഷമാണ് ലോക്ക്ഡൗൺ വരുന്നത് അല്ലേ. നമ്മൾ എൻ്റെ ഓഫീസിൽ വന്ന് ഞാനിങ്ങനെ മേശയുടെ അപ്പുറം ഇരിക്കും. ഒരു കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളതാണ്. ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൗൺ ഒന്നും ഇട്ടില്ല, ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അത് കഴിഞ്ഞാണ് കോവിഡ് വരുന്നത്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. ശരിക്കും ആ കഥ കേട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി. അത് നല്ലൊരു കാര്യമാണ്. അജിത്ത് അതിനൊക്കെ വളരെ താല്പര്യത്തോടെ നിൽക്കുകയും നല്ലൊരു പ്രൊഡ്യൂസർ എന്നുള്ളതിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ശിവൻ്റെ കൂടെ കഥ എഴുതിയാണെന്ന് പറയാം. ഈ സിനിമയുടെ റൈറ്റിങ്ങിനകത്ത് പോയിട്ടുള്ള ഒരു വിധമുണ്ടല്ലോ, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ വളരെ ടെക്നിക്കലി അല്ലെങ്കിൽ തിയററ്റിക്കലി ഒക്കെ കുറച്ച് ഹെഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. തിയറീസ്, ഏലിയൻസിന്റെ തിയറീസ് ആയാലും പൂച്ച റെഫറൻസ് ആയാലും ഒക്കെ കുറച്ച് കോൺസ്പിറസി തിയറീസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടായ. പക്ഷെ നിങ്ങൾ അതിനെ ഏറ്റവും ലോക്കലി ഗ്രൗണ്ടഡ് ആക്കി, റൂട്ടഡ് ആക്കി, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പറയുന്ന സിനിമ റെഫറൻസുകളൊക്കെ വെച്ചിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോ എത്ര ഡ്രാഫ്റ്റുകൾ പോയിട്ടുണ്ട് ആ എഴുത്തിലേക്ക്, എത്ര ഇൻഡെപ്ത് അത് സാധാരണക്കാരന് മനസ്സിലാവണം, എന്നാൽ ഈ പറഞ്ഞ കോൺസ്പിറസി തിയറി ഒക്കെ അരച്ച് കലക്കി കുടിച്ച കൃഷ്ണനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാവണം, അങ്ങനെ ഒരു ഇതില്. കോൺസ്പിറസി തിയറിയുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിപ്പം ഡെയിലി കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ്. ഞാനും ചന്തു ചേട്ടനും ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഇപ്പം നാസയിൽ ഈ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ ഒരു സീനിൽ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം വരുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഇതങ്ങ് ഉൾപ്പെട്ട് പോവുകയാണ്. നമ്മളത് എഴുതുമ്പോൾ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നത് തന്നെയാണത്.
പിന്നെ ഇതിൻ്റെ മെയിൻ റൈറ്റിംഗ് ചാലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മോക്യുമെൻ്ററി എന്നുള്ളൊരു ഫോർമാറ്റാണ്. ഇപ്പോൾ ഈ ഓഫീസ് പോലത്തെ TV സീരീസുകളിൽ അതായത് കഥാപാത്രങ്ങൾ ക്യാമറയെ നോക്കി ഒരു കമൻട്രി കൊടുക്കുന്ന പോലത്തെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ അത് സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോഴും അത് മലയാളം ഡയലോഗ്സ് എഴുതുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമായിരുന്നു. ഈ ഫ്യൂച്ചറിസ്റ്റിക് ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹം ഭയങ്കര സ്പേസിൻ്റെ വലിയൊരു ഫാനാണ്. ഭയങ്കര സ്പേസ് സൈഫൈ ടെക്നോളജി, ഞാനും അതെ. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു സിങ്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ശിവയുമായിട്ടുള്ളൊരു മെയിൻ റൈറ്റിങ്ങിൻ്റെ ഒരു എക്സ്ചേഞ്ച് പോയിക്കൊണ്ടിരുന്നത്, നമ്മൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന മുമ്പ് തന്നെ ഒരു ഗ്രൗണ്ട് വർക്ക് ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ കാര്യത്തെ പറ്റിയിട്ട് നമ്മളൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ മുന്നിൽ മൈൻഡ് മാപ്പിംഗ് ഉണ്ടാവും. ഈ മൈൻഡ് മാപ്പിംഗ് ആവശ്യം വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഞങ്ങൾക്കിടയിൽ അങ്ങനത്തെ ടോക്സ് തന്നെ ഇങ്ങനത്തെ ഒരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് കുറച്ച് ലോസ്റ്റാണ് അങ്ങനത്തെ ഒരു വേൾഡിനകത്തും. അപ്പം പുറത്തുള്ള ഈ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കാണുന്ന കൈൻഡ് ഓഫ് ഒരു മുഖ്യധാരയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യാറോ നമ്മുടെ ഡെയിലി ടോക്സ് വരാറില്ല. റാദർ ദാൻ നമ്മൾ സംസാരിക്കുന്ന കുറച്ചുകൂടെ ബെറ്റർ കാര്യങ്ങളാണ്. മേ ബി ഒരു ഗ്ലോബലി നമുക്ക് ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നതാണ് കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ സംസാരിക്കാറ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സും അതിൻ്റെ ഒരു ഔട്ട്കം വന്ന് നിൽക്കുന്ന ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ കൃഷ്ണദേവൻ ഇൻവോൾവ് ആകുന്ന ഒരു സ്പെസിഫിക് പോയിന്റ് വന്നിട്ടില്ല. കാരണം ഇത്രയും നമ്മളെ അഴിച്ചുവിട്ട പോലത്തെ ഭയങ്കര ക്രേസി ആയിട്ടുള്ള റിക്കാമോട്ടി അല്ലെങ്കിൽ എവരിത്തിങ് ഒരു ഓൾട്രോൺസിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു പാറ്റേണിൽ പോയിരിക്കുന്ന സാധനം കൃഷ്ണദേവൻ വന്നിട്ട് അവിടെ ഒരു എന്താ പറയുക ഭയങ്കര വളർന്നിരിക്കുന്ന കാട് വെട്ടി ഒതുക്കി ഒരു മൈതാനമാക്കി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഹെൽപ്പ് ഒരു ഇതിനെ കൊമേഴ്ഷ്യലി പാക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൃഷ്ണദേവനോട് ചോദിക്കുകയാണ്. ബിക്കോസ് ഞങ്ങൾക്കൊക്കെ ഒരു ടോർച്ച് ബെയറാണ് ഈ ഇൻഡസ്ട്രിയിൽ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസം വന്ന ആവാസ്യം വന്നപ്പോഴാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഈ വരുന്ന കണ്ടന്റുകളെയൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പായിട്ട് നിന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പാത വെട്ടി തുറന്ന ആളാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പിലായിട്ടൊരു ഗൈഡൻസ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു കണ്ടന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെൻ ഐ സോ ദ ഫിലിം ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ടു മെനി പാർട്സ് വിച്ച് ആർ റിയലി വണ്ടർഫുൾ. വിക്ടർ സാറിൻ്റെ പാട്ട് നല്ല രസമുണ്ട്. എല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് ഇത് ഭയങ്കര രസമാണ്. പക്ഷേ ഇത് ഫുള്ളായിട്ടിരുന്ന് കാണാൻ നമുക്ക് തോന്നത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തുവിൻ്റെ എനിക്ക് സൈഡ് ആണോ എന്ന് അറിയത്തില്ല, ഫിലിം മേക്കറിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫിലിം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻഡ് യൂസറിന് അതുമായിട്ട് കണക്ട് ആവുന്നില്ല. എൻഡ് യൂസറിന് ആ ഒരു ഫിലിമുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് അങ്ങനത്തെ സിനിമയായിപ്പോയി. മാർവലൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് വരും യൂസർ എക്സ്പീരിയൻസ് മാനുവൽ ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ 4 സെക്കൻഡിലും ഒരു ത്രസിപ്പിക്കുന്ന ഒരു സാധനം വരണം, ഒരു റിതമിൽ കൊണ്ടു പോകണം. പിന്നെ ലാർജർ ദാൻ ലൈഫ് ഇമേജസ് VFX വെച്ച് കാണിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു പാറ്റേണിലാണ് ആൾക്കാരുടെ ഒരു ഫിലിം മേക്കിംഗ് സംഭവം വരുന്നത്. അതുകൊണ്ട് നല്ല നുവാൻസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി വൈപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഇതെത്ര നല്ലതെന്ന് പറഞ്ഞാലും പീപ്പിൾ മൈറ്റ് നോട്ട് കണക്ട് വിത്ത് ദിസ്, ദേ വിൽ നോട്ട് റീച്ച് ദ കോർ ഐഡിയ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് അങ്ങ് മാറി നിന്നു. വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇത് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മോശമാണ്, അല്ലെങ്കിൽ ചില ഏരിയാസ് ഭയങ്കര രസമുണ്ട് മാൻ, പക്ഷേ ബാക്കിയൊന്നും കൊള്ളത്തില്ല. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറിനെ ഞാൻ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാക്ക് മ്യൂസിക് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ. അതെ. എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ ഒക്കെ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തായിരുന്നു. അപ്പം മ്യൂസിക് ഡയറക്ടർ പറഞ്ഞ് ഇയാൾ കൊടുത്ത റെഫറൻസ് അങ്ങനെ ആയിപ്പോയെന്ന്. അങ്ങനെ വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദിസ് നോട്ട് ഫ്രം സ്ക്രാച്ച്, പക്ഷേ വി ഓൾറെഡി ഹാഡ് മെറ്റീരിയൽ. ഇത് ഷൂട്ട് ചെയ്താൽ ഇങ്ങനത്തെ ഒരു സാധനത്തിന് എന്തൊക്കെ ചെയ്താൽ ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ദെൻ ഇറ്റ്സ് വെരി ടഫ് ടു ആക്ച്വലി ഡിസ്കവർ സംതിങ് വെരി ഷാർപ്പ് ഫ്രം ദിസ് മെസ്. അപ്പോൾ ഈ മെസ്സ് ഓൾറെഡി ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരുപാട് ജോക്സുകളുണ്ട്. അത് നിങ്ങൾ ടീച്ചറായിട്ടൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം ഇതിനകത്ത് കണ്ടൻറ്റിനകത്തുള്ള ഹ്യൂമറാണ്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ച് ബെയറർ അങ്ങനെയൊക്കെ പറയുന്ന സാധനമൊക്കെ അത് ഐ തിങ്ക് അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ്. കാരണം ഞാൻ ഡെലിബറേറ്റ്ലി അല്ല ഇങ്ങനെ വന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം സിനിമ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിനിമ സ്വന്തമായിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഹൗ ക്യാൻ ഐ മേക്ക് എ ഫിലിം വിത്ത് വാട്ട് ദി തിങ്സ് ദാറ്റ് ഐ ഹാവ് വെച്ചിട്ട് ചെയ്ത ഫിലിംസ് ഐ കുഡ് സെൽ ആൻഡ് ഐ കുഡ് ഓൾസോ ഗെറ്റ് സം റെക്കഗ്നീഷൻ. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് നമ്മൾ ലൈവിൽ പറഞ്ഞ പോലെ ഒരു ചെറിയ വീട്, അവിടുത്തെ അവേദ ഗർഭം, അതിൻ്റെ അച്ഛനാരെന്ന് കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ സിനിമകളും അല്ല. 5 പേര് ഒരു മുറിയിലുണ്ട്, ഒരാൾ ചത്ത് കിടന്നു, വഴി കൂടെ പോയി ചേട്ടനാണ് കൊന്നതെന്ന് പറയുന്ന സിനിമയല്ല. അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ രീതിയുണ്ട് പറയാൻ. മലയാള സിനിമ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്.
അപ്പോൾ അങ്ങനത്തെ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ ഐ കനോട്ട് സെൽ ദിസ് കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് ആ പറയുന്ന രീതിയിലൊരു മാറ്റം വരുത്തിയിട്ട് അത് പറയാൻ നോക്കുന്നതാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഗ്ലോബൽ കണ്ടന്റുമായിട്ട് എക്സ്പോസ്ഡ് ആയ ഒരു ഓഡിയൻസ് കൊറോണ കഴിഞ്ഞപ്പോൾ വന്നു. പിന്നെ ഭാഗ്യം എന്നൊക്കെ പറയുന്ന സാധനത്തിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം ദാറ്റ്സ് ഹൗ ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻസ്പയർഡ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യാൻ ആൾക്കാർക്ക് ഒരു ധൈര്യം വരും. ഗഗൻചാരിയുടെ പോസിറ്റീവ് ഇതാണ്. ഗഗൻചാരി കണ്ടു കഴിഞ്ഞാൽ ഐ റിസീവ് അറ്റ്ലീസ്റ്റ് 1 ടൈം ലൂപ്പ് സ്ക്രിപ്റ്റ് എവറി വീക്ക്. ഒരു ടൈം ലൂപ്പ് സ്ക്രിപ്റ്റ് എങ്കിലും ആരെങ്കിലും എനിക്ക് എല്ലാ ആഴ്ച അയക്കാറുണ്ട്. ഇതിലൊന്നെങ്കിലും ഒന്ന് ആയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് ഫിലിംസ് ലൈക്ക് ദിസ് ആർ ഹാപ്പനിങ്. ഗണേശേട്ടാ, ശേഷം സുരേഷേട്ടൻ പറഞ്ഞു ഗണേഷ് പൊളിച്ചു എന്നൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം സുരേഷേട്ടൻ ഗണേശേട്ടൻ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ ഈ പടം കണ്ടതിന് ശേഷം എന്തെങ്കിലും സുരേഷ് വീട്ടിൽ വെച്ചാൽ പടം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വിളിച്ചത് നീ നന്നായിട്ട് ഞാനത് പറഞ്ഞു, അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പം സായിയും ഗോകുലൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നീ ആ പടത്തിൽ നന്നായിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്. ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും വലിയൊരു വൈബ് ഉണ്ടാക്കിയത് അജുവാണ്. ഇന്ന് അജു ഇവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം എനിക്കും. അജുവാണ് ഇതിനിടയിൽ നിറഞ്ഞ ആ ചെറിയ മുറിക്കകത്ത് നിറഞ്ഞു തന്നൊരു ഈ വീടിൻ്റെ ഐശ്വര്യം അജു എന്നൊന്നും പറയാൻ പറയും. അത്തരത്തിൽ ഈ വീടിൻ്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഞാനും ആ ബെഡിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട്. അജു വന്ന് ബഹുമാനമൊക്കെ കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ കളരിപ്പായിട്ട് വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് കിടക്കുമ്പോൾ പറഞ്ഞ ശരിയാണ്, കുറേ സീനും കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഒരു സീനുണ്ടായിരുന്നു എന്നെ വേറെ മറന്നു പോകാൻ പറ്റാത്ത 2 പേര്. ഒന്ന് മല്ലിക സുകുമാർ, മല്ലിക ചേച്ചിയാണ്. മല്ലിക ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങൾ ലളിത ചേച്ചിയാണ് കൊണ്ട് നോക്കാൻ പോയത്. പക്ഷേ ലളിത ചേച്ചി അപ്പോഴത്തേക്കും സുഖമില്ലാതെയായി. പക്ഷേ മല്ലിക ചേച്ചിയുടെ പ്രസൻസ് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഈ ഒരു സീനുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ അനാർക്കലിയുമായിട്ട് ഈ ഏലിയനുമായിട്ട് ഒരു സ്നേഹത്തിലെത്തും ഞാൻ. അപ്പോൾ ഇവർ പിന്നെ ഈ ഡോക്ടർ അലീന വരും, ഒരു സീനിൽ വരുന്നുള്ളൂ. അത് ഈ ക്ലബ്ബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് യവന്മാരെ 2 വിളിയിലാക്കും. കഥവിൻ്റെ വിളിയിലോ. അപ്പോൾ ഇയാളൊക്കെ ആഹാരം കഴിയുന്ന ഇടയില്ല വിളിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാഘവൻ, മറ്റൊരു കഥാപാത്രം, രാഘവത്തിന് ശബ്ദം കൊടുത്താരാണെന്ന് എനിക്കറിയില്ല. ഇബ്രാഹിം എന്നൊരാളാണ്. വളരെ മനോഹരമാണ് രാഘവൻ. അതിലൊരു തമാശയായിട്ട് പറയുന്നുണ്ട്, നാസയിൽ നിന്ന് വന്ന ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരൻ്റെ ഇരുന്നു ഞാനൊരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാ ഇവനെ എന്ന് പറയുന്നത്. അതൊക്കെ വേറെ രസകരമായ ഒരു പഞ്ചെന്ന് പറയുന്നത്. എൻ്റെ നാട്ടിൽ പത്തനാപുരത്തേക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ട്രോളുണ്ട്. എന്താണെന്നറിയാം, എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന 2 ആൾക്കാർ ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. ഒരാൾ ഒരു സാമാന്യവരാൾ, മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു 120 കിലോ തൂക്കവും ഒരു 6 അടി പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള ഹാരിസ് എന്നൊരാളാണ് നോക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് 2 അമ്മമാരും അത്ര ശരിയല്ല. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ ട്രോളാണ്. കാരണം തടിയൻ അവൻ എൻ്റെ ഒരു ബന്ധുവായിട്ട് വരും എന്നൊക്കെ പറയില്ലേ. ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഓഫീസിലെ കാര്യമായിട്ട് ഇട്ടിരിക്കുകയാണ്. കാരണം ഞാൻ അവരെ പറ്റി കമൻറ്റ് പറയുന്നത് അവരൊക്കെ പൊട്ടിശ്ശേരിയാണ്, സന്തോഷം. അവിടെ നാട്ടുകാരൻ ഉണ്ടാക്കിയ ഒരു ട്രോളാണത്. അതൊരു അറിയാതെ പറഞ്ഞു പോയൊരു സാധനമാണ്. അത് കറക്റ്റായിട്ട് സിങ് ചെയ്ത് നാട്ടുകാർ കണ്ടപ്പോൾ കോറിലേറ്റ് ചെയ്യാണ് ഇതിനെ. ഗണേശേട്ടാ, ഈ സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടിട്ടുള്ള ഒരു പെർഫോമർ ഗണേഷ് കുമാറുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഹ്യൂമറും ഇമോഷൻസും എല്ലാം കൊണ്ട് ഭയങ്കര നമ്മളെ രസിപ്പിക്കുന്ന ഒരാൾ. ആ പെർഫോമർ ആസ്പെക്ട് എപ്പോഴെങ്കിലും ഈ സിനിമ കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ? സിനിമയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാറിനോട് പറഞ്ഞ സാർ ഈ വേഷമാണ് ചെയ്യുന്നത്. വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി, പക്ഷേ ആരോട് പറയാൻ. അപ്പോൾ അങ്ങനെയാണ് ഈ അജിത്ത് വിനായക വരുന്നത്. അദ്ദേഹത്തോട് നമ്മൾ പറയും. അതിനുശേഷം എൻ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഇവർ 2 കൂടിയാണ്. ചന്തുവും എൻ്റെ സഹോദരിയുടെ മോനാണ് ശിവസായി. അവനെ ഈ മാമൻ പോയ വഴിക്ക് സിനിമയിൽ പോകണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷെ ഞാനൊക്കെ സിനിമ വന്ന കാലത്ത് എൻ്റെ അച്ഛൻ അടിയൊരു വരുന്നു, വഴക്ക് പറയുന്നു. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവനൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിള്ളേരെ ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാനൊക്കെ സിനിമയിലേക്ക് പോകുമ്പോൾ കളിയാക്കുമായിരുന്നു, ഓ സിനിമയിൽ പോയി എന്ന് പറയും. അങ്ങനെ നമ്മൾ യുദ്ധത്തിന് പോയി മരിച്ചതുപോലെയായിരുന്നു ആ. പക്ഷേ ഇപ്പോൾ കാലം മാറി, നല്ല കുട്ടികൾ വരുന്ന അവർക്ക് നല്ല ഐഡിയസ്. ഒരു ഡോക്ടർ തന്നെ ഒരു സീനിലേ അഭിനയിച്ചുള്ളൂ, പക്ഷെ നമ്മൾ മനസ്സിൽ തട്ടും. ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ, ഒരു റോളുണ്ട് എല്ലാവരും. അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സ്ക്രിപ്റ്റിനെ പറ്റി ഒരു വലിയ തമാശയുണ്ട്. ഇത് അവസാനം 2nd ഷെഡ്യൂൾ വന്നു. കൊറോണ എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവർ ഈ ഞാനും നോക്കിയിരിക്കുമ്പോൾ, ഞാനും അജുവും കൂടെ, ഈ അജു ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഈ ഇവർ 2 കൂടെ മരത്തിൻ്റെ മുകളിലോട്ട് പോയി. ഈ ചന്തു ഈ ശിവസായും കൂടെ ഇവരങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നില്ല, അവന്മാർക്ക് കഥ ഉണ്ടാക്കാൻ പോകാമെന്ന് പറയും.
കുറച്ച് കഴിയുമ്പം ഇവനൊരു പ്രിൻ്റർ എടുത്ത് പുറത്ത് വയ്ക്കും ശിവസായി. ഉടനെ ചന്തു അത് ദൂരേക്ക് അറിയാത്തവരെ നിൽക്കും. പിന്നെ അതിനകത്തൊരു കമ്പ്യൂട്ടറിലൊക്കെ അടിച്ച് ഒരു സീൻ ഇറങ്ങി വരികയാണ്. ഈ പ്രിൻ്റ് ചെയ്ത് വരുന്ന ചൂട് സ്ക്രിപ്റ്റാണ് കൊണ്ടുവരുന്നത്. അവസാനം ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചേക്കുന്ന കാറും പ്രിൻ്ററും ലാപ്ടോപ്പും എടുത്ത് തോട്ടുകളായി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിർത്തിയത്. ഇവർ ഓരോ ദിവസം രാത്രി ഇരുന്നവർക്ക് ഓരോ ഐഡിയ തോന്നും. പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യും. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവാണ്. കഥ ഇങ്ങനെ വിശാലമായി പോയത്. പിന്നെ ഗോകുലിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്ന ഭയങ്കര ബഹുമാനം കേട്ടോ എൻ്റെ അടുത്ത്. പറഞ്ഞു എപ്പോഴും ബഹുമാനം ഉണ്ടാവും ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞ് ബഹുമാനത്തല്ല സ്നേഹം. ഞാൻ അവനെ സ്ഥിരമായിട്ട് ഞാനും അജുവും കൂടെ 2 വർഷം നിന്ന് ശരി കളി അനാർക്കലി പറഞ്ഞു. ഞങ്ങളിങ്ങനെ പറഞ്ഞ് കളിയാണ്. പക്ഷെ അനാർക്കലി ആയിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോൾ എന്നെ ഒഴിവാക്കിയാണ്. അത് പിന്നെ നമ്മളെ മോനല്ലേ, അവനെ അങ്ങനെ പറയാൻ പറ്റും. അവൻ എൻ്റെ അടുത്ത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു, ഗണേഷ് മാമൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ എന്നെ കാണുന്നതിലൂടെ ആദ്യം അഭിനയിക്കാൻ വരുമ്പോൾ അവൻ്റെ അച്ഛനുണ്ട് അഭിനയിക്കുന്നതിലും പേടിയായിരുന്നു. അവന് വല്ല ബെരട്ടൂലും ചെയ്യുന്നു. പക്ഷേ അവൻ നോക്കിയപ്പോൾ അവന് നല്ല ഹ്യൂമർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഞാൻ പറഞ്ഞു മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ഈ നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു? മണിച്ചിത്ര താഴെ കിട്ടി, എനിക്ക് തന്നാലേ അഭിനയിക്കാൻ പറ്റും. നേരിൽ കിട്ടി, നന്നായി അഭിനയിക്കാൻ പറ്റി. ദൃശ്യത്തിൽ കിട്ടി, നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി. അപ്പം നമുക്കൊരു അവസരം തരാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു ആളുകളുടെ മനസ്സൊരു പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള ചില സിനിമയിലുള്ള ആൾക്കാർ, മറ്റ് സാധാരണക്കാർക്കല്ല, അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ്, ഇന്ന ആളൊക്കെ മതി എന്നൊരു ധാരണ. ചന്തു എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. കാരണം എൻ്റെ ഇരകൾ തൊട്ട് ചന്തു ഇങ്ങനെ പറയും, ഇരകളിങ്ങനെ പരദാസം കണ്ടിട്ട് ഇരകൾ എന്ന സിനിമയെക്കുറിച്ച് ജോർജ് സാറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന. എന്നോട് ചന്തു പറയാറുണ്ട്, ജോർജ് സാറിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തന്നു സാറേ, എറണാകുളത്ത് വരുമ്പോൾ ഒന്ന് പറഞ്ഞാൽ ഞാനോട് ജോർജ് സാറിനെ കാണാൻ പോകുമ്പോൾ എന്നെ കൊടുക്കുമ്പോൾ അത്ര ആരാധന ഉണ്ടായിരുന്നു KG ജോർജിനോട്. ജോർജ് സാറിനെ കാണാൻ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ അതൊരു മനസ്സിൽ അത് ഒരുപാട് നല്ല സിനിമകളെക്കുറിച്ചുള്ള ചർച്ചയും ഒക്കെ ഉണ്ട്. മാത്രമല്ല സ്വന്തം ക്ഷമയോടെ നിന്ന് ചെയ്യും. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് നല്ലൊരു അവസരം, കഥ പറയുമ്പോൾ തന്നെ നല്ലൊരു അവസരം എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. വേറൊരു സസ്പെൻസ് കൂടി ഉണ്ട്. അതിപ്പോൾ പറയണോ പിന്നെ പറയണോ? കുറച്ച് കഴിഞ്ഞ് പറയാം, എൻഡിൽ പറയാം. ഗോകുലിവിടെ ഇവിടെ ഇപ്പോൾ ഈ സിനിമ ഇവിടെ നടുക്ക് നേരെ ഈ സിനിമയുടെ റിലീസിന് ശേഷം ഒരു ഏലിയനെ വല്ലാതെ കണ്ടിഷ്ടപ്പെടുന്ന ഒരു ഉപകാരവുമില്ലാത്തൊരു സിനിഫൈൽ അത് ഞാനാണ്, അലനീസ് മീ എന്ന് പറഞ്ഞിട്ട് ഒരു #കളൊക്കെ ട്വിറ്ററിൽ ട്രെൻഡ് ആവുന്നുണ്ട്. അലനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ആളുകൾക്ക്. ഇപ്പോൾ ചില ആക്ടേഴ്സിന് ചില സിനിമകൾ കഴിയുമ്പോൾ തന്നെ വരുന്നൊരു ഇഷ്ടമുണ്ടല്ലോ. ഇപ്പോൾ എന്നോട് ഡയറക്ടർ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ നമ്മുടെ കുഞ്ഞിരാമായണത്തിലൊക്കെ ധ്യാൻ ശ്രീനിവാസന് ലഭിച്ചൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആനവന്മോചനത്തിൽ അച്ഛന് കിട്ടിയൊരു ഇഷ്ടമുണ്ട്, ഒരു ജനപ്രീതിയുണ്ട്. അപ്പോൾ ആ വിധത്തിലൊരു ഇഷ്ടവും അതൊക്കെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കുറേയും കൂടി ഫ്രീ ആയിട്ടുള്ള ഒരു ഹ്യൂമർ ചെയ്യുന്ന ആക്ടറിനെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ആ വിധത്തിലൊരു റിസപ്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെയാണോ ഈ 2 ദിവസം മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പോലും എനിക്കറിയില്ലല്ലോ. ഇപ്പോൾ അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പം അല്ലാതെ ഞാനിപ്പോൾ ഒരു വളരെ സീനിയർ ആയിട്ടുള്ളൊരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മൂവീസിൽ അഭിനയിക്കാനായിട്ട് ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറോ അല്ല. അപ്പോൾ നമ്മൾ ഓരോ സിനിമ ചെയ്തു വരും. ഇനി ലഭിച്ചാൽ സന്തോഷം. നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തു നിന്നാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ച് ബെറ്ററായി വരിക. പിന്നെ നമ്മൾ കൂടെ ആക്ടേഴ്സായിട്ട് വരുന്ന സ്റ്റാർസും അവർ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ്, അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തോന്നുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ വന്നാൽ ചിലപ്പോൾ എനിക്ക് അതെ ഗണേഷ്മാനും അജുവേട്ടനും അനാർക്കലിയും അരുൺ ചേട്ടനും ശിവസായും എല്ലാവരും ഒരു ഭയങ്കര എന്നെ, കാരണം കുറച്ച് നമുക്ക് ചമ്മൽ വരുന്നൊരു സാധനമായി ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു ജാള്യത തോന്നുന്നൊരു ക്യാരക്ടർ പോലെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇത് ക്രിഞ്ചാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ആ മീറ്റർ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ്, നമ്മൾ കോ ആക്ടേഴ്സ്, അവർ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കും ഇത് ഓക്കെയാണ്, വർക്ക് ആവുന്നുണ്ട്. അവരുടെ റെസ്പോൺസ് നമുക്കവിടെ ലൈവായിട്ട് കിട്ടുമ്പോൾ. എന്നിട്ട് എനിക്ക് പിന്നെയും കുറച്ചുകൂടെ സംശയമാണ്. ഞാൻ വീണ്ടും ചോദിക്കും, ശരിക്കും നിങ്ങൾ ചിരിച്ചതുള്ളതാണോ അതോ എന്നെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് നിങ്ങൾ ചിരിച്ചു തന്നതാണോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അല്ലാതെ എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും അരുൺ ചേട്ടനായാലും. ഞങ്ങൾ നേരത്തെ നിയന്ത്രിക്കുകയും ചെയ്യും. അതെ, അങ്ങനെ എനിക്ക് ആ ചെയ്തു വെച്ച ആ ക്യാരക്ടറിന് ഇത്രയും നല്ല സ്വീകാര്യത ലഭിക്കുന്നതും സിനിമ അതുപോലെ തന്നെ സക്സസ് ആവുന്നതും അതാണ് മെയിനായിട്ട്. അതിൽ കൂടുതൽ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. ഗണേശേട്ടാ ഇപ്പോൾ ഇവിടെ നേരെ
അലക്കൊലപ്പള്ളി തീർത്തിട്ടങ്ങ് പോവാം. നമുക്ക് അവിടെ ഇറങ്ങുമ്പോഴത്തേക്കും വരാം. ഇവിടെ താഴെയാണ്, ദൂരെയാണ്. ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ അല്ല ഈ ഗണേശാരി വലിയൊരു ബ്രേക്ക് തന്നെയാണ്. അപ്പൊ പുതിയ പുതിയ മേക്കേഴ്സിനെ ഗണേശനെ അപ്രോച്ച് ചെയ്യാൻ, പുതിയ പുതിയ വേഷങ്ങൾ തരാനൊക്കെ. അപ്പൊ അതിനു വേണ്ടി ഗണേശൻ എത്രത്തോളം ഓപ്പൺ ആയിരിക്കും എന്നുള്ള, കാരണം ഭയങ്കര തിരക്കുള്ള ആളാണ് ഇപ്പുറത്തെ സൈഡില്. ഞാൻ മുമ്പും മിനിസ്റ്റർ ആയിരിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു. നല്ല സിനിമയാണെങ്കിൽ വെറുതെ ഒരു തല കാണിച്ച് ഒരു കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയിൽ ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിലുള്ള പ്രസൻസ് ഉള്ളൂ. അതൊക്കെ വെറുതെ സൈഡ് റോളെന്ന് വിചാരിച്ചാൽ മതി. നമ്മളെപ്പറ്റി പ്രസൻസ് ഉണ്ടാകണം. ഒരു കഥ, ഞാനൊരു കഥ ഈ ഗൂഗിളിൽ പറഞ്ഞു കൊടുക്കും, സിനിമ കണ്ടിട്ട് കഥ ഗൂഗിളിൽ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ ആ അവനോ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാത്തൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് ഞാൻ പറഞ്ഞാൽ അവിടെ പറഞ്ഞേക്കാം. അങ്ങോട്ട് മാറൊക്കെ വിളിക്കുന്നത് ഈ അടുത്തൊരു സാധനം ഉണ്ട് കേട്ടോ. ഈ സിനിമ നന്നായി ഓടണം, ഓടിയാൽ നേരിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ പോകും. അപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞു, ഒരു കഥ പറഞ്ഞ സമയം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ മാറി ഞങ്ങളൊരു കഥ പറഞ്ഞു. അതായത് ഈ സയൻസും പൊളിറ്റിക്സും കൂടെ ചേർത്തിട്ടുള്ള AI ടെക്നോളജിയിൽ, എന്ത് ടെക്നോളജി ഞാൻ പറയുന്നത്, ഡീപ്പ് ഫേക്ക് ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി, വളരെ രസകരമായൊരു കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ അജിത് വിനായകനെ പറഞ്ഞ് ഇങ്ങനൊരു കഥയുണ്ട്, പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കേൾക്കും. കാരണം പടം ഓടണം. ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഇത് ലേറ്റസ്റ്റ് ആയിട്ടൊരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഈ ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ്. ഗണേശേട്ടാ, ഇപ്പോൾ അച്ഛൻ്റെ ഗോകുലിൻ്റെ അച്ഛൻ, ഹലോ ഗോകുലിൻ്റെ അച്ഛനായ ശ്രീ സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിന് പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളിലെ സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലും ഗണേശ് സാർ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അതിന് വലിയൊരു നിയോഗത്തിൻ്റെ ഒരു അവസാനമായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വൃത്താകൃതിയിൽ വിധി പൂർണ്ണമാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ? അല്ല, ഗോകുലെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവനൊരു ഇപ്പോഴവൻ്റെ ശരീരം വളർന്നിട്ടുള്ളൂ, കുഞ്ഞുങ്ങളെ മനസ്സായിട്ട് പാവം വെറും അവൻ നമ്മളധികം പറയുമ്പോൾ നോക്കിയിരിക്കും, ഇങ്ങനെ കുഞ്ഞുങ്ങൾ കഥ കേൾക്കുന്ന പോലെ ഇരിക്കും. നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം യുവജനോത്സവം എന്ന സിനിമയിലാണ്. ഞാനതിലൊരു പോസിറ്റീവ് ക്യാരക്ടറും സുരേഷ് ഗോപി വില്ലനായിട്ടല്ല. അന്ന് ഞങ്ങൾ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ഇവനെ കൊച്ചുകാലത്ത് എനിക്കറിയാം, കുഞ്ഞിലേ അറിയാം. അപ്പോൾ അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. നല്ല സുന്ദരനൊക്കെ വന്നിരിക്കാം, താടിയൊക്കെ വെച്ച് നല്ല സുന്ദരമായിട്ട് വന്നിരിക്കാം. ഒരു തൊപ്പി തലയിൽ നല്ല രസമായിട്ട് അഭിനയിക്കുന്നു. ഗോകുലിനെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വലിയ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് അവർ നല്ല ഒരു നടനാണ്. തീർച്ചയായിട്ടും ഗോകുലിനൊരു നല്ല ഇതുണ്ടാവും. അതുപോലെ അനാർക്കലി ഒരു നല്ല പെർഫോമറാണ്. പലപ്പോഴും സംസാരിക്കുക, ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയോ വാ തുറക്കാതെയോ എല്ലാ എക്സ്പീരിയൻസും, ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കുന്നു. മറ്റൊരു രസകരമായ ഈ പൂച്ചയാണ്. ഈ പൂച്ചയെ കൊണ്ടുവന്ന് കേട്ടോ, നല്ല മനോഹരമായൊരു പൂച്ച. എനിക്കത് ഈ പൂച്ചയെ കൂടെ പേടിയാണ്, കൂടാൻ ഭയങ്കര ഇതാണ്. ഡോഗ്സുമായിട്ട് കുഴപ്പമില്ല, പക്ഷേ പൂച്ചയെ ഭയങ്കര. എൻ്റെ ചന്തു പറഞ്ഞ് സാറിൻ്റെ മടിയിലൊന്ന് ഇരുത്തണം, ഞാൻ ഇവൻ്റെ അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ചു. ടേബിളിൽ വെച്ച് പൂച്ച ചാടി ഓടിക്കണം. പൂച്ച ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ നോക്കും, ആരടാ എന്നുള്ള മട്ടിൽ. ഇത് കുറേ പണിയെടുത്ത് നമ്മൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിലിരുത്താൻ. കാരണം പൂച്ചയ്ക്ക് മനസ്സിലായി അവനാളെ ഇരുന്ന് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. പൂച്ച ഇറങ്ങി പോകും, എന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കി പൂച്ച ഇറങ്ങി. ആ പൂച്ച അവസാനം ഞങ്ങൾക്ക് സെൻസറിൽ കളയേണ്ടി വന്നു, ആനിമൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് എല്ലാം ഹൃദയയിലായി. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു തിയേറ്റർ വിസിറ്റ് ഉണ്ട് PVR ജസ്റ്റ് ഒന്ന് പോയിട്ട് വേണം. നിങ്ങൾക്ക് സാറിനെ ഒരുപാട് അവകാശം കിട്ടിയതാണ്. വെരി സോറി, ഞങ്ങൾക്ക് ജസ്റ്റ് തിയേറ്ററിൽ പോയിട്ടൊന്ന് എല്ലാവരും കൂടെ ഒന്ന് വരാമോ പ്ലീസ് തിയേറ്ററിലേക്ക്? താങ്ക് യു.